Super Bumper co-powered by Parle Hide and Seek Choco Chip Cookies. നമസ്കാരം, സൂരജ് പാലക്കാരനാണ്. പയ്യോളി ആവിക്കൽ ബീച്ചിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇപ്പോൾ പുറംകടലിൽ ജോലിക്ക് അല്ലെങ്കിൽ അതായത് മീൻ പിടിക്കാനായിട്ട് പോയ ബോട്ടുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ അന്തി മയങ്ങുന്ന സമയത്ത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അവിടുന്ന് ബോട്ടുകൾ തന്നെ ഒരുപാടെണ്ണം വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് കിട്ടിയിരിക്കുന്ന മീന് കണവയല്ലേ? കണവ കണ്ടോ? കണവ കിടക്കുന്ന പെട കണ്ടോ? കണവ. ബോട്ടുകളൊക്കെ ഇനിയും മത്സ്യമായിട്ട് ഒരുപാട് വരാനുണ്ട്. അപ്പോൾ നമ്മൾ ആവിക്കൽ ബീച്ചിലാണെന്ന് സൂപ്പർ ബമ്പറിന്റെ ഷൂട്ട് നടക്കുന്നത്. നമുക്കിനി അങ്ങോട്ട് പോവാം. സീ കേരളം സൂപ്പർ ബമ്പർ co-powered by പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. നമ്മൾ ഇന്ന് പയ്യോളി ആവിക്കൽ ബീച്ചിലാണ് സൂപ്പർ ബമ്പർ ഷൂട്ട് ചെയ്യുന്നത്. കണ്ടില്ലേ, ഈ സമയമായിട്ടും ഇവിടുത്തെ ജനസാഗരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അത്രയ്ക്ക് ആളുകളാണ് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ അതൊരു ബീച്ചാണ്. ബീച്ചിനേക്കാൾ ഉപരിയായിട്ട് കടലുമായിട്ട് ബന്ധപ്പെട്ട് ജീവിതം ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് നന്മയുള്ള മനസ്സുകളുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്. അത്രയും രസകരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. എന്തായാലും ബീച്ചിന്റെ അടുത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് കേട്ടാൽ അറിയാം, ഇവിടെ കടലിരുമ്പുന്ന ശബ്ദം കേൾക്കാം. അതുപോലെ തന്നെ കടലിരുമ്പുന്നതിന്റെ കൂടെ ഇവിടെ കയ്യടിയുടെ ശബ്ദവും കേൾക്കാം. ആവിക്കൽ ബീച്ചിലെ കുറച്ച് ആളുകളെ നമുക്കിന്ന് ഇവിടെ വന്നിരിക്കുന്ന കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ട്. അവരെല്ലാരും ഒന്ന് പരിചയപ്പെടാം. ചേച്ചി നമസ്കാരം. നമസ്കാരം. എന്താണ് പേര്? ജസീല. ജസീല ചേച്ചി എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ്. ഹൗസ് വൈഫ് ആണ്. ഹസ്ബൻഡ് ഇവിടെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. എന്താ പേര്? അബ്ദുൽ സലാം. എങ്ങനെയുണ്ട്? ആള് പാവാണോ? പാവം. എന്തോ ഒരു സംശയം പോലെ അല്ലേ? പാവാണോ? ശരിക്കും പാവ. എന്താ ജോലിക്കൊക്കെ? ഗൾഫിലാണല്ലേ? നമസ്കാരം. നമസ്കാരം. എന്താണ് പേര്? താജുദ്ദീൻ. താജുദ്ദീൻ. താജുദ്ദീൻ ഇവിടുത്തെ നിറകുടമാണ് അല്ലേ? താജുദ്ദീൻ പാട്ട് പാടാൻ ശ്രമം നടത്തുന്നുണ്ട്. ഒരു പാട്ട് പാടിയാലോ? ശ്രമിക്കുന്നു. തുടങ്ങിക്കോളൂ. आने से उसके आए बहार, जाने से उसके जाए बहार, बड़ी मस्तानी है मेरे महबूबा, मेरी जिंदगानी है मेरे महबूबा. താജുദ്ദീൻ എന്താ ചെയ്യുന്നത്? പെയിന്റിംഗ് ആണ്. എന്താണ് ഇപ്പൊ പെയിന്റ് അടിച്ചോണ്ടിരിക്കുന്നത്? എന്താണ് അടിച്ചോണ്ടിരിക്കുന്നത്? വീടാണോ? എന്താണ്? വീടാണ്. വീട് വെളുപ്പിക്കും നമ്മൾ അല്ലേ? ആൾക്കാരും വീട്ടുകാരും വെളുപ്പിക്കും. ഉള്ളതാണോ? നാളെ പണി കിട്ടുന്നതാണ്. ഇനിയും നമ്മൾ ഒരുപാട് ആളുകളൊക്കെ പരിചയപ്പെടാനുണ്ട്. പക്ഷെ നമ്മുടെ വിഷയം അതൊന്നും അല്ലല്ലേ. നമ്മുടെ പ്രശ്നം എന്താണ്? പരിപാടി നടത്തണം, കളി ജയിക്കണം, സൂപ്പർ ബമ്പർ നേടണം. അതെ, സീ കേരളം സൂപ്പർ ബമ്പർ co-powered by പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ 5 കണ്ടസ്റ്റന്റിനെ നമ്മൾ ഇവിടെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് വിജയിക്കുന്ന ഒരാളായിരിക്കും കളിക്കാൻ വരുന്നത്. എന്തായാലും അവരിൽ ആരാണ് കളിക്കാൻ അർഹരായിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. സീ കേരളം സൂപ്പർ ബമ്പർ co-powered by പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. നമുക്ക് ഒരാളെ തിരഞ്ഞെടുക്കണം. ആരാണെന്ന് നോക്കാം. ഓടി വരൂ. സൂപ്പർ ബമ്പർ കളിക്കാൻ യോഗ്യത നേടിയ അഭാഗ്യവാൻ അഭാഗ്യവതി ആരാണെന്ന് നമുക്ക് നോക്കാം. സബീന. അപ്പോ സൂപ്പർ ബമ്പർ കളിക്കാനായിട്ട് എത്തിയിരിക്കുന്ന ആളുടെ പേര് സബീന. നല്ലൊരു കയ്യടി. ആദ്യത്തെ കളിയിലേക്ക് പോകണ്ടേ? അതിനു മുന്നേ ഒന്ന് പരിചയപ്പെടാം. വീട് എവിടെയാണ്? അടുത്ത് തന്നെയാണ്. ഓക്കെ. ഹസ്ബൻഡ് ഗൾഫിലാണ്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ജംസൽ. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യത്തെ കളിയിലേക്ക് പോകാം. ആദ്യത്തെ ഗെയിമിൽ ജയിക്കുകയാണെങ്കിൽ ഉറപ്പുള്ള 1000 രൂപയാണ് സമ്മാനം. ഓക്കെ ആണോ? ഓക്കെ. അപ്പോ അതിനു മുന്നേ പ്രേക്ഷകർക്കായിട്ട് സൂപ്പർ ബമ്പറിന്റെ നിയമാവലികൾ ഒന്ന് പറയുകയാണ്. സൂപ്പർ ബമ്പറിൽ 6 റൗണ്ടുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ 120 സെക്കൻഡാണ് സമയം. 1000 രൂപയാണ് വിജയിക്ക് സമ്മാനമായി കിട്ടുന്നത്.
രണ്ടാമത്തെ റൗണ്ടിൽ 100 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 2000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാമത്തെ റൗണ്ടിൽ 80 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 3000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാമത്തെ റൗണ്ടിൽ 60 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 5000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാമത്തെ റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 10000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാമത്തെ റൗണ്ട് 20 സെക്കൻഡാണ് സമയം. സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിയെ കാത്തിരിക്കുന്നത് സൂപ്പർ ബമ്പർ പ്രൈസ് ആയ 25000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 10000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. സബീന റെഡി ആയിട്ട് നിൽക്കുകയാണ് ആദ്യത്തെ ഗെയിം കളിക്കുവാനായിട്ട്. സബീന, 2 പെട്ടികളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഒന്നിൽ പണപ്പെട്ടിയുമുണ്ട്, ഒന്നിൽ പണിപ്പെട്ടിയുമുണ്ട്. പണിപ്പെട്ടിയിൽ നിന്ന് പണിയെടുത്ത് ജയിച്ചാൽ മാത്രമേ പണപ്പെട്ടിയിൽ നിന്ന് പണം ലഭിക്കുകയുള്ളൂ. അപ്പോൾ റെഡിയല്ലേ? അപ്പോൾ ആദ്യമായി സബീനയെ കാത്തിവെച്ചിരിക്കുന്ന ആ പണി, 8ന്റെ പണി ഏതാണെന്ന് നമുക്ക് നോക്കാം. 1000 രൂപയാണ് ആദ്യത്തെ ഗെയിമിലെ സമ്മാനം. നമുക്ക് നോക്കാം, വന്നോളൂ. സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ സബീനയാണ് ആദ്യമായി മത്സരിക്കാൻ എത്തിയിട്ടുള്ളത്. സബീനയെ കാത്തിരിക്കുന്ന ആ ഗെയിം ചവിട്ട് നാടകം. സബീനയുടെ ചവിട്ട് നാടകം ഇവിടെ തുടങ്ങാൻ സമയമായിരിക്കുകയാണ്. നല്ലൊരു കൈയടി. 120 സെക്കൻഡാണ് സബീന ഈ ഗെയിമിനുള്ള സമയം. 120 സെക്കൻഡ് കൊണ്ട് സബീന ഈ ബലൂൺ എല്ലാം ചവിട്ടി പൊട്ടിക്കണം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സബീനയുടെ ചവിട്ട് നാടകം റെഡിയാകാൻ പോവുകയാണ്. അപ്പോൾ കണ്ണു താത്താൻ പോവുകയാണ്. താത്തിക്കോളൂ. കാണാമോ? കാണാൻ പറ്റുന്നുണ്ടോ? ഇതെത്രയാണ്? കാണുന്നില്ല. അപ്പോൾ ചവിട്ട് നാടകം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗെയിം സ്റ്റാർട്ട്. യെസ്. ഓ കുട്ടി. യെസ്. വെരി ഗുഡ്. വെരി ഗുഡ്. സമയം തീരുകയാണ്. സബീന ചവിട്ട്. ഓ, ജസ്റ്റ് മിസ് ചെയ്തു. ഓക്കേ, ഏതായാലും ഒരെണ്ണമേ പൊട്ടിക്കാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഏതായാലും അൺഫോർച്ചുനേറ്റ്ലി ഈ ഗെയിമിൽ സബീന ജയിച്ചിരിക്കുകയാണ്. എനിക്ക് അപ്പഴേ തോന്നി പറ്റിക്കാന്ന്. കാണാൻ പറ്റുന്നുണ്ടായിരുന്നോ? ഇല്ല. ഞങ്ങൾക്ക് എല്ലാം സംശയം ഉണ്ടായിരുന്നു കാണാൻ പറ്റുന്നുണ്ടോന്നല്ലേ. ആദ്യത്തെ ഗെയിമിൽ 1000 രൂപയാണ് സബീനയ്ക്ക് കിട്ടിയിരിക്കുന്ന സമ്മാനം. അടുത്ത ഗെയിമിലേക്ക് പോകാൻ തയ്യാറല്ലേ? അതെ. 2000 രൂപയുടെ ഗെയിമാണ് അടുത്തതായി വരാൻ പോകുന്നത്. അടുത്ത ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് നല്ലൊരു പെർഫോമൻസ് കണ്ടിട്ട് തിരികെ വരാം. சிரிக்காத பேபி. இதெல்லாம் ஓவர் ஃபீலிங் பேபி. உடம்புக்கு ஆகாது. யார் உனக்கு இதெல்லாம் கத்து கொடுக்குறா? ஒரு ஃப்ளோல தானா பஸ் பேபி.
Welcome to the TMP's Murder Zone. അപ്പൊ നല്ലൊരു പെർഫോമൻസ് അല്ലേ നമ്മൾ കണ്ടത്? ഗംഭീരമായിരുന്നു, നന്നായിട്ട് കളിച്ചു. ആ മോളാണ് വളരെ രസമല്ലായിരുന്നോ? അതെ അതെ. സബീന അങ്ങനെ ഡാൻസ് കാര്യങ്ങൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ട്? പാട്ട് പാടുവോ? അത്യാവശ്യം പാടും. എല്ലാം അത്യാവശ്യമാണ്. അത്യാവശ്യമായിട്ട് പെട്ടെന്നൊരു പാട്ട് പാടിക്കേ. മക്കത്ത് പൂത്തൊരു ഈന്തമരത്തിലെ ഓരിലയായെങ്കിൽ ഹക്കത്ത മുഹമ്മദിൻ നടകൊണ്ട വഴിയിലെ മൺതരിയായെങ്കിൽ മുത്ത് ബിലാലിൻ്റെ ബാങ്കൊലി പരത്തണ കാറ്റലയായെങ്കിൽ. ആദ്യത്തെ ഗെയിമിലെ 1000 രൂപ ഞാനിപ്പോ തരണം അല്ലേ? അതെ തീർച്ചയായിട്ടും. അതിനുശേഷമാണ് നമ്മൾ 2000 രൂപയുടെ അടുത്ത ഗെയിമിലേക്ക് പോകുന്നത്. എന്തായാലും 1000 രൂപയുടെ ആദ്യത്തെ സമ്മാനമാണ് സബീനയ്ക്ക് തരാൻ പോകുന്നത്. നല്ലൊരു കയ്യടി. സി കേരളം സൂപ്പർ ബമ്പർ കോ പവേഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ ആദ്യത്തെ ജയം സബീനയ്ക്ക് 1000 രൂപ. 2000 രൂപയുടെ ഗെയിമാണ് സബീനയെ കാത്തിരിക്കുന്നത്. സബീനയെ കാത്തിരിക്കുന്ന ആ ഗെയിം ഏതാണെന്ന് നോക്കാം, എന്താണെന്ന് നോക്കാം. 2000 രൂപയുടെ ഗെയിം എന്ന് പറയുന്നത് 3000 രൂപയുടെ ഗെയിമിലേക്കുള്ള എൻട്രിയാണ്. എന്തായാലും 2000 രൂപയുടെ ഗെയിമിൽ ജയിക്കുമോ എന്ന് നമുക്ക് നോക്കണം. ഗംഭീരമായിട്ടുള്ള ഒരു ഗെയിമാണ് കേട്ടോ സബീനയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ? അറിയണ്ട ഗെയിം വളരെ രസകരമായിട്ടുള്ള ഗെയിമാണ്. ഈ ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പ് സി കേരളം സൂപ്പർ ബമ്പർ കോ പവേഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ കോ പവേഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. സബീനെ കാത്തിരിക്കുന്ന ഗെയിമിലേക്കാണ് നമുക്കിനി പോകേണ്ടത്. സബീനെ കാത്തിരിക്കുന്ന ഗെയിമിന്റെ പേരാണ് റിംഗ് സർക്കസ്. അപ്പോ റിംഗ് സർക്കസിനായിട്ട് സബീന ഇവിടെ റെഡി ആയിട്ട് എത്തിയിട്ടുണ്ട്. സബീന റെഡിയല്ലേ? അപ്പോ ഇതിനകത്ത് ഈ മത്സരത്തിന് സബീനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് 3 പേരെയും കൂടെ വിളിക്കണം. ആരാണ് 3 പേര്? ഗെയിം എന്താണെന്ന് പറഞ്ഞുതരാം. സബീനയുടെ തലയിൽ ഞങ്ങളൊരു കൊട്ട കെട്ടി വെച്ചിട്ടുണ്ട്. സബീന അവിടെ നിന്നൊരു 4 ബോൾ എടുത്ത് തലയിലിടുക, കൊട്ടയിലിടുക. എന്നിട്ട് ഈ റിങ്ങിനുള്ളിലൂടെ കടന്ന് ഈ 3 റിങ്ങും കവർ ചെയ്ത് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുക. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് കൊട്ടയിൽ നിന്ന്
ബോൾ താഴെ പോകരുത്. താഴെ പോയാൽ വീണ്ടും പോയി എടുക്കണം. 100 സെക്കൻഡാണ് നമുക്ക് ഗെയിമിനുള്ള സമയം. പിന്നെ സുഹൃത്തുക്കള്, ഹെൽപ്പ് ചെയ്യാൻ വന്നിരിക്കുന്ന സുഹൃത്തുക്കള്, ഇതിന് മേലെ ഈ റിങ് പൊക്കാൻ പാടില്ല. ഓക്കെ, ഗെയിം സ്റ്റാർട്ട്. 4 ബോളുകൾ. വളരെ ശ്രദ്ധിച്ച് കൂടി സബീന ബോള് പോയി, വീണ്ടും തിരിച്ചു പോകണം. തലച്ചരിക്കാതെ വളരെ ശ്രദ്ധിച്ച്. സബീന കളയരുത്, സബീന കളയരുത്. ഓക്കെയാണ്, ഓക്കെയാണ്. ഓ വെരി ഗുഡ്. തല നേരെ വെക്ക്. തല ശ്രദ്ധിക്കും. തല ഇറക്കരുത്. തലയിറക്കുമ്പോൾ തല ഇറക്കരുത്. സബീന വളരെ ശ്രദ്ധിച്ച്. ഓ വെരി ഗുഡ്. ഇല്ല ഇല്ല. യെസ് 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 യെസ്. വെരി ഗുഡ്. 2000 രൂപയുടെ ഗെയിമിലാണ് ജയിച്ചത്. അതായത് ഉറപ്പുള്ള സമ്മാനം 3000 രൂപ കിട്ടാനുള്ള ഗെയിമിലേക്കുള്ള എൻട്രി ഗെയിമിലാണ് സബീന ജയിച്ചത്. ഒരുപാട് സന്തോഷം. കൺഗ്രാചുലേഷൻ സബീന. ഇനിയിപ്പോ 3000 രൂപയുടെ ഗെയിമിലേക്ക് പോവാ അല്ലേ? ഗെയിം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. ഇക്ക ചിലപ്പോ അവിടെ നിന്ന് കാണുന്നുണ്ടായിരിക്കും. ഇക്കയ്ക്ക് ഹായ് കൊടുത്തരേ. ഹായ്. ഓക്കെ, ആളുകളൊക്കെ ഇവിടെ നോക്കി നിൽപ്പുണ്ട്. സബീന ജയിക്കുവോ ഇല്ലയോ എന്ന് അറിയാനായിട്ട്. ജയിക്കുവോ? ആയിത്ത ജയിക്കുവോ? ഉറപ്പായിട്ട് ജയിക്കും. ജയിക്കുവോ? സാധ്യതയുണ്ടോ? ഉറപ്പായിട്ടും ജയിക്കും. ഇതെന്താണ് ഇങ്ങനെ നിൽക്കുന്നത്? പേടിച്ചൊക്കെ നിൽക്കുന്നത്. ഉറപ്പായിട്ട് ജയിക്കുവോ? ഒരു കലാകാരി ലുക്ക് ഉണ്ടല്ലോ. പാട്ട് പാടുവോ? പാടും. അടുത്ത ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു നല്ല പാട്ട്. റെഡി? പിടിച്ചോ. കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ല് പൊലിച്ച് കാതുകുത്താൻ എപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. കാതുകുത്താൻ എപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. ആ ഏ ഓ ആ ഏ ഓ. കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ല് പൊലിച്ച് കാതുകുത്താൻ എപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. കാതുകുത്താൻ എപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. ആ ഏ ഓ ആ ഏ ഓ. പേരെന്താ? നിഷാ ദിനേശൻ. നിഷാ ദിനേശൻ. അത് ഇത്ര പേടിപ്പിച്ചൊക്കെ പറയാം. ഞാനെന്ത് ചെയ്തിട്ടാ? ഓക്കെ, എന്ത് ചെയ്യുന്നു നിഷ? ഹൗസ് വൈഫാ. എവിടെ ദിനേശൻ ചേട്ടൻ? അറിയില്ല. എവിടെ പോയി ദിനേശ് ചേട്ടാ? നന്നായിട്ട് പാടിയല്ലേ? നല്ലൊരു കൈയടി. ഓക്കെ, സബീന കളി ജയിക്കുമോ? ജയിക്കും. ഉറപ്പാണോ? ഉറപ്പാ. അതിൽ ജയിച്ചാൽ 5000 രൂപയുടെ ഗെയിമിലേക്ക് കിട്ടട്ടെ അല്ലേ? കിട്ടട്ടെ. 2 ഗെയിം കഴിഞ്ഞ് നമുക്ക് ഡാൻസ് കാണാം. ഡാൻസ്. ഓക്കെ, നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോവാം. 3000 രൂപയുടെ ഗെയിം. സബീനെ കാത്തിരിക്കുന്ന ഗെയിം ഏതാണെന്ന് നമുക്ക് നോക്കാം. എടുത്തോളൂ. സബീനെ കാത്തിരിക്കുന്ന അടുത്ത ഗെയിമിന്റെ പേരാണ് വളച്ചാർത്ത്. സബീനയുടെ വളച്ചാർത്ത് തുടങ്ങാൻ പോവുകയാണ്. റെഡിയല്ലേ? റെഡിയാണ് സബീന. വളച്ചാർത്ത് എന്താണെന്ന് ഞാൻ പറയാം. വളച്ചാർത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ കുറേ വളകൾ നിരത്തിയിട്ടിട്ടുണ്ട് കേട്ടോ സബീന. ഈ വളകൾ ചുണ്ടുകൊണ്ടെടുക്കണം. ഈ ചുണ്ടുകൾ കൊണ്ടെടുത്ത് നേരെ കുപ്പിയിലിടുക. 1, 2, 3, 4, 5 കുപ്പികളാണുള്ളത്. 80 സെക്കൻഡാണ് സബീന സമയമെന്ന് പറയുന്നത്. 5 എണ്ണത്തിലും 3 വളകൾ വീതമാണ് സബീന ഇടേണ്ടത്. അപ്പോൾ ഇതിൽ ലഭിക്കുന്ന സമ്മാനം എന്ന് പറയുന്നത് എത്രയാണെന്നറിയോ? 3000 രൂപയുടെ ഉറപ്പുള്ള സമ്മാനമാണുള്ളത്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഉണ്ടാവില്ലേ? അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം സബീന. അപ്പോൾ സബീന ഗെയിം തുടങ്ങാൻ പോവുകയാണ്. ഗെയിം സ്റ്റാർട്ട്. വളരെ തന്മയത്തോടു കൂടിയാണ് സബീന ചെയ്യുന്നത്. 3000 രൂപയുടെ ഉറപ്പുള്ള സമ്മാനമാണ്. 80 സെക്കൻഡാണ് സമയം.
സെക്കൻഡ് കഴിഞ്ഞ് സബീന പ്ലാൻ ചെയ്ത് ചെയ്യുക. വളരെ ശ്രദ്ധിച്ച്. 20 സെക്കൻഡ് കഴിഞ്ഞ് സബീന. വളരെ നന്നായിട്ടാണ് സബീന ചെയ്യുന്നത്. ഞാൻ പോയി. സെക്കൻഡ് കഴിഞ്ഞു. സെക്കൻഡിലേക്ക് പോവുകയാണ്. 40 സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ്. സബീന ശ്രദ്ധിച്ച്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. 50 സെക്കൻഡ് കഴിഞ്ഞു. പോകുന്നു സബീന. 60 സെക്കൻഡ്. കളയുന്നു സബീന. 70 സെക്കൻഡായി. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. അൺഫോർച്ചുനേറ്റ്ലി സബീനയ്ക്ക് ഈ ഗെയിമിൽ നിന്നും പുറത്താകേണ്ടി വന്നിരിക്കുകയാണ്. കാരണം എളുപ്പമുള്ള ഗെയിമായിരുന്നു. എന്തായാലും സാരമില്ല. സബീന, ഒരുപാട് സന്തോഷം ഇവിടെ വന്ന് സബീനയെ പരിചയപ്പെടാൻ പറ്റിയതിൽ. നല്ലൊരു കുടുംബമാവട്ടെ. ഒരുപാട് സന്തോഷം സബീന. താങ്ക് യു സോ മച്ച്. സബീന എന്തായാലും ഈ ഗെയിമിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. ഇനിയും 4 പേര്, 4 കണ്ടസ്റ്റന്റ് നമ്മളെ കാത്തിരിപ്പുണ്ട്. ആരാണ് ആ ഭാഗ്യവതി അല്ലെങ്കിൽ ഭാഗ്യവാൻ എന്ന് നമുക്കറിയില്ല. ഏതായാലും സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ അടുത്തതായി നല്ലൊരു പെർഫോമൻസ് ആണ്. നമുക്കത് കണ്ടിട്ട് തിരികെ വരാം.
പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത് അല്ലേ, അല്ലായിരുന്നോ? അപ്പോ അടുത്ത 4 കണ്ടസ്റ്റന്റ് ഉണ്ട്. അതിൽ ആരാണ് അടുത്ത ഗെയിമിലേക്ക് പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആരാണ് ഒരാളെ സെലക്ട് ചെയ്യുന്നത്? ഓടിവാ. സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ അടുത്തതായി കളിക്കാൻ വരുന്നു മഞ്ജുഷ. മഞ്ജുഷേ, എന്തുണ്ട് മഞ്ജുഷേ വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷമാണല്ലേ, സുഖമാണ്. സുഖാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലെ അമ്മ, ഭർത്താവ്, 2 മക്കള്. 2 മക്കളും ഭർത്താവും അമ്മയുണ്ട്. അമ്മായിയമ്മ പാവാണോ? പാവാണ്. പാവാണല്ലേ, ഇവിടെ വന്നിട്ടും ഉണ്ടല്ലേ, അതുകൊണ്ടാണ് പാവായെന്ന് പറഞ്ഞ. അല്ലെങ്കിലും അമ്മായിയമ്മയുടെ പേരെന്താ? അമ്മേന്റെ പേര് കമല. അമ്മായിയമ്മ അമ്മയെന്നല്ലേ വിളിക്കുന്നത്? ആണ്. ഹസ്ബൻഡിന്റെ പേരെന്താ? പ്രമോദ്. പ്രമോദ്. പ്രമോദേട്ടൻ ഇവിടെ ഉണ്ടോ? ഉണ്ടോ? പോയോ? ഇല്ല, ഇവിടെ ഉണ്ട്. അങ്ങനെയൊന്നും പോകുന്ന ആളല്ല പ്രമോദേട്ടൻ അല്ലേ? നമ്മുടെ ചങ്കാണ് പ്രമോദേട്ടൻ. ഇവിടെ ഉണ്ടോ പ്രമോദേട്ടാ? ഇവിടെ തന്നെ ഉണ്ടാവും. ഒളിച്ച് നിപ്പുണ്ട്, അതിന്റെ പുറകിലേ പോയി നിപ്പുണ്ട്. എവിടെയാണ് നമ്മുടെ അമ്മയമ്മ? അയ്യോടാ, പാവ കേട്ടോ. അപ്പോ ഇതാണ് കമലാമ്മ, മഞ്ജുഷയുടെ അമ്മായിയമ്മയാണ്. ഇവര് തമ്മിലുള്ള ചേരിതിരിവും പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് സംസാരിച്ച് വീണ്ടും ഒന്ന് കുളവാക്കാം അല്ലേ അമ്മേ? ഒന്നുമില്ല, പാവ മരുമോള അല്ലേ? നിങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയിട്ടുണ്ട്. അമ്മയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞെന്ന് പറഞ്ഞ പോലെ. അമ്മ പാവ അമ്മയാണ്. എങ്ങനെയുണ്ട് അമ്മേ മഞ്ജുഷ? കുഴപ്പമില്ല ഉള്ളൂ. മരുമോള് പറഞ്ഞു നല്ല അമ്മയാന്ന് പറഞ്ഞു. അമ്മായിയമ്മ പറഞ്ഞു എങ്ങനെയുണ്ട് മഞ്ജുഷ? കുഴപ്പമില്ല. ഉള്ളതാണോ? കുഴപ്പമില്ലെന്നുള്ളൂ. അത്ര വലിയ കേമൊന്നുമില്ലല്ലേ? അതാണ് സത്യാവസ്ഥകളൊക്കെ. പ്രമോദ, നീ കേൾക്കുന്നുണ്ടോ ഇതെല്ലാം ഇവിടെ നിന്ന്? നമ്മളെ കൊണ്ട് ഇതൊക്കെ ഇല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അല്ലേ? അമ്മ, പിന്നെ വേറെ വിശേഷമൊക്കെ? ഒന്നുമില്ല. എന്തായാലും അമ്മയെ പരിചയപ്പെടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും കാണാം കേട്ടോ. പൊന്നും കൂടെ പൊന്നു പോലെ നോക്കിയോണം കേട്ടോ. ഓക്കെ. മഞ്ജുഷയ്ക്ക് കരച്ചിൽ വരുന്നുണ്ട്, വരണ്ടായിരുന്നു. എന്തായാലും അമ്മായിയമ്മ എവിടെ വന്ന് നിൽക്കുമെന്ന് മഞ്ജുഷയെ ഓർത്തില്ല, അമ്മായിയമ്മയെ ഓർത്തില്ല. അമ്മായിയമ്മയുടെ പോയി ചോദ്യം ചോദിക്കുന്നു. മഞ്ജുഷ മൈക്കൊക്കെ പിടിച്ചു. എന്താ മുഖം ഇങ്ങനെ മഞ്ഞച്ചിരിക്കുന്നേ? അതെനിക്ക് അറിയില്ല. എന്തായാലും ലൈറ്റിന്റെ പവർ കൊണ്ടായിരിക്കും. മഞ്ജുഷ വേറെ എന്ത് ചെയ്യുന്നു വീട്ടില്? ടൈലറിംഗ്. എന്തായാലും മഞ്ജുഷയാണ് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് ആദ്യത്തെ ഗെയിമിലേക്ക് പോകാനായിട്ട്. മഞ്ജുഷ റെഡിയല്ലേ? റെഡിയാണ്. എന്തായാലും മഞ്ജുഷയ്ക്കുള്ള ആദ്യത്തെ ഗെയിം 1000 രൂപയുടെ ഗെയിമാണ്. റെഡി ആവാം, എടുത്തോളൂ. മഞ്ജുഷയ്ക്കുള്ള ഗെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏതായാലും സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. അതെ, മഞ്ജുഷയാണ് കളിക്കാനായിട്ട് വന്നിരിക്കുന്നത്. മഞ്ജുഷയ്ക്കുള്ള ആദ്യത്തെ ഗെയിം മഞ്ജുഷ തന്നെ സെലക്ട് ചെയ്തു. ഗെയിമിന്റെ പേരൊന്ന് വായിക്കട്ടെ മഞ്ജുഷേ. ഏതായാലും മഞ്ജുഷയ്ക്കുള്ള ആദ്യത്തെ ഗെയിമിന്റെ പേരാണ് കുഴിയാന. മഞ്ജുഷേ, കുഴിയാന. കുഴിയാന എന്താന്ന് പറഞ്ഞു തരാം. ഞങ്ങൾ ഈ മണ്ണിലല്ലേ, ഈ പൂഴി മണ്ണിൽ ഞങ്ങൾ കുറേ ബോളുകൾ കുഴിച്ചിട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 80ഓളം ബോളുകൾ ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്. ഈ ബോളുകളിൽ 30 ബോളുകളാണ് മഞ്ജുഷ കണ്ടെത്തേണ്ടത്. അതായത് 120 സെക്കൻഡിനുള്ളിൽ 30 ബോളുകൾ കണ്ടെത്തി ഈ ബക്കറ്റിൽ ഇടുക. ഇട്ടാൽ എന്താണ് ഗുണം? 1000 രൂപയുടെ ആദ്യത്തെ സമ്മാനം കിട്ടും. അടുത്ത ഗെയിമിലേക്ക് നമുക്ക് പോവുകയും ചെയ്യാം. റെഡിയല്ലേ മഞ്ജുഷ? അതെ, ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗെയിമിന്റെ പേരാണ് കുഴിയാന. കളിച്ചുകൊണ്ടിരിക്കുന്നത് മഞ്ജുഷയാണ്. ഒരു ടൈമിൽ ഒറ്റ ബോളേ എടുക്കാൻ പാടുള്ളൂ. എന്നാ പറ്റിയെന്നേ, ആകെ സങ്കടമായിട്ട് നിൽക്കുന്നേ. ചേട്ടനെ പ്രമോദിനെ കാണാഞ്ഞിട്ടാണോ? ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. മഞ്ജുഷയാണ് മത്സരിക്കുന്നത്. ഗെയിം സ്റ്റാർട്ട്. കുഴിയാന. അതെ, വളരെ സ്പീഡിൽ ചെയ്യണം. 1 ഇങ്ങനെ തപ്പിയെടുത്ത് നടക്കൂല. പെട്ടെന്ന് ഇളക്കി മറിക്ക്. 30 എണ്ണം. 2 3 4 5 6 7
10 കയ്യടിക്ക്. 11 40 മിനിറ്റായി. 12 40 സെക്കൻഡായി. 16 17 18 19 20 21 22 23 40 സെക്കൻഡ് ബാക്കിയുണ്ട്. 24 25 20 സെക്കൻഡ് ബാക്കി. അത്രയായി. 26 27 28 29 30. തീർച്ചയായിട്ടും ജയിച്ചിരിക്കുകയാണ്. എന്തായാലും 1000 രൂപ ഉറപ്പുള്ള സമ്മാനം നേടി അല്ലേ? രക്ഷപ്പെട്ടു. മഞ്ജുഷ ഇനി 2000 രൂപയുടെ ഗെയിമിലേക്ക് പോവുകയാണ്. എന്തായാലും അടുത്ത ഗെയിമിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് നല്ലൊരു പെർഫോമൻസ് കണ്ടിട്ട് തിരികെ വരാം. തിരുവല്ലം പൊന്നു തരിച്ചാകും പടകാളി പെണ്ണേ തിരുവല്ലം പൊന്നു തടി കാണാൻ തിരുനോടി എന്റെ കളിയ എന്റെ അരളിയാടുന്ന ധനം വീഴുന്ന ജലം അതിരവനുടെ തിരകിലരികൾ ഒരു വല്ലം വന്നു തണി കാണാൻ കൊണ്ടൊരു തമ്മിൽ പുണർന്നാടുക ഞാനൊരു ഇടതിടങ്ങുന്നതിനാവിന്റെ സംചൂടിക്കാം പുഴയിൽ വീഴുന്ന പുലരി മണ്ണിന്റെ കുളിരും ഏതിക്കാം
മനസ്സിലെ മരതകമണികളിൽ ഉണരും ഒരറിയ മധുരമഴ. എങ്ങനെയുണ്ടായിരുന്നു പാട്ട്? അടിപൊളിയാണ്. ഗംഭീരമായിട്ട് പാടിയല്ലേ? നല്ലൊരു കൈയടി. ഇനിയിപ്പോ മഞ്ജുഷയ്ക്കുള്ള പണിയാണ് 2000 രൂപയുടെ ഗെയിം. റെഡിയല്ലേ? റെഡിയാണ്. റെഡിയാണ്. ആദ്യത്തേനകത്ത് ഗംഭീരമായിട്ട് കളിച്ചു കേട്ടോ, അല്ലേ? നല്ല ഗംഭീരമായിട്ട് എല്ലാം പോയി തപ്പിയെടുക്കുന്ന അത് കുട്ടികൾ എഴയുന്ന പോലെ മണ്ണിൽ കിടന്ന് എഴഞ്ഞത്. എന്തായാലും ഗംഭീരമായിരുന്നു. ഏതായാലും ആദ്യത്തെ 1000 രൂപ കൊടുക്കണം. മഞ്ജുഷയ്ക്കുള്ള ആദ്യത്തെ ഗെയിമിൽ ഉറപ്പുള്ള സമ്മാനമാണ് നമ്മൾ കൊടുക്കുന്നത്, 1000 രൂപ. ഓക്കെ മഞ്ജുഷേ, ഇനിയിപ്പോ നമുക്ക് രണ്ടാമത്തെ ഗെയിം ഏതാണെന്ന് നോക്കണം, അല്ലേ? കളിക്കാൻ റെഡിയല്ലേ? റെഡിയാണ്. റെഡിയാണ്. നമുക്ക് രണ്ടാമത്തെ ഗെയിമിലേക്ക് പോകണം. മഞ്ജുഷയ്ക്കുള്ള അടുത്ത ഗെയിമിന്റെ പേരാണ് കുഞ്ഞിക്കൂനൻ. ഇതെല്ലാം എന്നെ കണക്കാക്കി പറയുന്നതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്താണ് ഇതെല്ലാം? എനിക്കിട്ട് വെക്കുന്നതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ആദ്യം വന്ന് കുഴിയാന, ആദ്യം പറഞ്ഞു കുഴിയാന, ഇപ്പൊ കുഞ്ഞിക്കൂനൻ. അങ്ങനെ വല്ല പേരുണ്ടായിരുന്നോ? ഇല്ല, പേരൊന്നുമില്ല. എനിക്ക് കുറച്ച് പൊക്കം കുറവാണ് കൊണ്ട് ഇനിയിപ്പോ നിങ്ങൾ കണക്കാക്കി ഇടുന്നതാണോ എന്ന് എനിക്കൊരു സംശയം. ഒരിക്കലും അല്ല. അതെന്താ അങ്ങനെ പറഞ്ഞ്? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? ഒരിക്കലും തോന്നിയില്ല. അമ്മയ്ക്ക് തോന്നി? അമ്മയ്ക്കും തോന്നിയില്ല. ഇതെന്തിനാ തെറ്റിദ്ധരിക്കുന്നത്? എന്തായാലും കുഞ്ഞിക്കൂനൻ കളിക്കാൻ സമയമായി. 2000 രൂപയുടെ ഗെയിമാണ്. എന്തായാലും നമുക്ക് കളി തുടരാം. കുഞ്ഞിക്കൂനൻ കളിക്കാനായിട്ട് മഞ്ജുഷ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. മഞ്ജുഷ ഒന്ന് സൈഡിലേക്ക് തിരിഞ്ഞ് കാണിച്ചേ. പുറകിലൊരു കൊട്ടയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 100 സെക്കൻഡാണ് ഈ ഗെയിമിന്റെ സമയം എന്ന് പറയുന്നത്. ഗെയിം പറഞ്ഞു തരാം. ഇവിടെ 4 പേരുടെ ബോൾ, പല കളറിലുള്ള ബോൾ കൊടുത്തിട്ടുണ്ട്. ഓർഡറിൽ ആദ്യം അദ്ദേഹം എറിയും, പിന്നെ ഇവിടെ എറിയും, പിന്നെ അവിടെ എറിയും, ഇവിടെ എറിയും. അപ്പോൾ എല്ലാവരും ഓരോ ബോൾ വീതം എറിഞ്ഞ് ആ കൊട്ടയിലിടുക. അപ്പോൾ പുറം തിരിയാൻ പാടില്ല, ജസ്റ്റ് സൈഡ് തിരിയുക. സൈഡ് തിരിഞ്ഞ് ഒരാളുടെ ഒരു കളറുള്ള ബോൾ 5 എണ്ണം അതിനകത്ത് ഗെയിം കഴിയുമ്പോൾ ഉണ്ടാവണം. ഒരാൾ എറിഞ്ഞ് ചാടിയില്ലെങ്കിൽ അത് എറിയുന്നവരെ ആ ടൈം കൊണ്ടിരിക്കുകയാണ്. അതുവരെ അദ്ദേഹം എറിഞ്ഞുകൊണ്ടേ ഇരിക്കണം. ഓർഡറിൽ തന്നെ എറിയണം. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗെയിം സ്റ്റാർട്ട്. വിളിക്കോളൂ. രക്ഷയില്ല. യെസ്. അകിടിയില്ല. ഇല്ല. യെസ്. 1. യെസ്. ഇല്ല. ചാടുന്നവരെ എറിയണം. ചാടുന്നവരെ എറിഞ്ഞോണ്ടിരിക്കണം. ഇല്ല. കളി തീരുമ്പോൾ ഒരു കളറുള്ള ബോള് 5 എണ്ണം ഉണ്ടാവണം. യെസ്. 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 വെരി ഗുഡ്. 4 സെക്കൻഡ്. എറിയൂ. ഇല്ല. എറിഞ്ഞോണ്ടിരിക്കുക. ഇല്ല. എന്നെയല്ല എറിയേണ്ടത്. ഇല്ല. എറിയൂ. ഇല്ല. 60 സെക്കൻഡ്. എറിയൂ. എറിഞ്ഞോണ്ടിരിക്കൂ. എറിഞ്ഞാണ്. ഓക്കെ. ഇല്ല. വീണ്ടും. യെസ്. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. ഏറിന്റെ പെരുമഴയായിരുന്നു. പക്ഷേ ചന്നം പിന്നെ ആയിപ്പോയി ഏറ്, അല്ലേ? ഇല്ല. ഒരേ കളറുള്ള എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. 5 എണ്ണം വീതം ഉണ്ടോ നോക്കിയേ. ഇല്ല. മഞ്ജുഷ വരൂ. അതെ. 1, 2, 3, 5 2 7 8 എണ്ണമായി. ഓക്കെ. 8 എണ്ണം പച്ചയുണ്ട്. അതിനകത്തിട്ടുള്ളൂ. 2, 4 എണ്ണമേ ഉള്ളൂ. ഓക്കെ. 5 എണ്ണം ഉണ്ട്. മജന്ത 3, 2, 5. പക്ഷേ നമുക്ക് ഏതാണ് ഇല്ലാതെ പോയത്? ഏതാണ്? പച്ചയാണ് നമുക്കില്ലാതെ പോയത്.
4 മഞ്ഞ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഏകദേശം കൂടുതലായി പോയി. എന്തായാലും മഞ്ജുഷ ഗെയിമിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. ഗെയിമല്ലേ, സമ്മാനമല്ലേ, മത്സരമല്ലേ, അടുത്ത തവണ നോക്കാം. ഏതായാലും നമ്മൾ ഇന്ന് കളിച്ചത് പയ്യോളി ആവിക്കൽ ബീച്ചിലായിരുന്നു നമ്മുടെ ഇന്ന് സൂപ്പർ ബമ്പർ ഷൂട്ട് ചെയ്തത്. പറയുന്നത് തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ സമയം വരെയും കയ്യടി മാത്രമായിട്ട് നിറഞ്ഞ ചിരിയുമായിട്ട് നിന്ന ഒരുപാട് സഹോദരിമാര്, ഒരുപാട് ചേട്ടന്മാര്. എന്തായാലും സി കേരളം സൂപ്പർ ബമ്പർ കോ പവേഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ നിറമുള്ള കളികളും കൈ നിറയെ സമ്മാനങ്ങളും സൂപ്പർ ബമ്പറുകളുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം സുരജ് പാലക്കാരൻ.